ഇനി കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഈ കർക്കിടക വാവുബലി ചടങ്ങുകൾ നടന്നു എന്നതാണ്. ന്യൂസിലൻഡിലേക്കൊന്ന് പോയാൽ ന്യൂസിലൻഡിൽ മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങ് നടന്നു. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് ന്യൂസിലൻഡ് ആയിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആചാരങ്ങൾ അനുസരിച്ച് ശ്രീ ദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് ആളുകളാണ് അവിടെയും ബലിതർപ്പണത്തിൽ പങ്കാളികളായത്. ആ ഉരുളയിലേക്ക് കുറച്ച് എള്ള് ഇടുക, മൂന്ന് വെള്ളം, അതായത് കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇത് മടക്കി വെച്ച് ഇതിൽ ഒരു വെള്ളം, 2, 3 ഇങ്ങനെ തലയ്ക്കലേക്കാണ് കൊടുക്കുന്നത്. തിരുവനന്തപുരത്തേക്കൊന്ന് വന്നാൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ വലിയ തിരക്ക് സ്വാഭാവികമായും എല്ലാ വർഷവും അനുഭവപ്പെടും. ഇത്തവണയും അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും ഇന്ന് രാവിലെ 2:30 ഇവിടെയും തിരുവല്ല ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇപ്പോൾ തിരുനാവായ, കോഴിക്കോട് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മൾ റിപ്പോർട്ട് പ്രകാരം പോലെ തന്നെ ഇവിടെയും നല്ല കനത്ത മഴ നിലവിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ പെയ്തിരുന്നു. ഇപ്പോഴാണ് സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സാരംഗ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. സാരംഗ്, തുടരാം. തീർച്ചയായും ആര്യ, അവിടെ രാവിലെ തന്നെ നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഇവിടുത്തെ ക്ഷേത്രാധികാരികൾ നമുക്ക് നൽകുന്ന വിവരം. രാവിലെ നല്ല മഴ ഈ ഭാഗത്തും തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിന്റെ ഭാഗത്തും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇത് നമുക്കറിയാം, തിരുവല്ലം ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിതമായിട്ട് നിലനിൽക്കുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ പരിമിതികളുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നോക്കുകയാണെന്നല്ല. പക്ഷേ എന്നാലും സാഹചര്യങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ വളരെയധികം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ജനത്തിരക്ക് വളരെയധികം 4ഉം 5ഉം ഇത്തരത്തിലുള്ള ബലിതർപ്പണ മണ്ഡപങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ബലിതർപ്പണം നടത്താൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. മാത്രമല്ല ഇവിടെ എല്ലാ ദിവസവും ബലിതർപ്പണ കർമ്മം നടത്തുവാൻ. പക്ഷേ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഈ കർക്കിടക വാവും ഒപ്പം തന്നെ മറ്റ് വാവ് വരുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കനത്ത തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പതിവ് പോലെ തന്നെ ഈ വർഷവും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വടക്കൻ ജില്ലകളിൽ പോലെ തന്നെ തെക്കൻ ജില്ലയിൽ ഇന്ന് മഴ കനത്ത രീതിയിൽ പെയ്യുന്നുണ്ട്. പക്ഷേ ഇടവിട്ടാണ് പെയ്യുന്നത് എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ചില സമയത്ത് നന്നായി പെയ്യുന്നുണ്ടെങ്കിലും അല്ലാത്ത സമയത്ത് മഴ വിട്ടു നിൽക്കുന്നു. പക്ഷേ ഈ ബലിതർപ്പണ ചെയ്യുന്ന ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ മഴവെള്ളം ഒലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ ജനങ്ങൾ പിതൃസ്മരണയിൽ ഈ ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് മുഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുലർച്ചെ 2:30 മണിയോടുകൂടി തന്നെ ഇവിടെയും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ തെക്കൻ ജില്ലകളിൽ ആലുവ മണപ്പുറത്തെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല ഈ തിരുവല്ലത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ എല്ലാ വിശ്വാസികളും ഒരുവിധം തെരഞ്ഞെടുക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി തിരുവല്ലം ക്ഷേത്രം. വർഷത്തിൽ 365 ദിവസവും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന, അത്രത്തോളം ഈ ചടങ്ങുകൾക്ക് വിശേഷപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് തിരുവല്ലം ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ എത്രത്തോളം വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടും എന്നുള്ളത് സ്വാഭാവികമായി നമുക്കറിയാവുന്നതാണ്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ വിശാലമായ മൈതാനമോ അല്ലെങ്കിൽ ഈ പുഴയുടെ തീരമോ ഒന്നും ഇല്ലാത്ത ഒരു കേന്ദ്രം കൂടിയാണ് തിരുവല്ലം ക്ഷേത്രം. മതിൽക്കെട്ടിനുള്ളിൽ, ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ഈ ബലിതർപ്പണം നടത്താൻ കഴിയുമെന്നതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്രത്തോളം വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ തക്ക വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നില്ലേ? മാത്രമല്ല ഗതാഗത കുരുക്കിനെ കുറിച്ച് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത്രത്തോളം ആളുകളും വാഹനങ്ങളും ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ഇപ്പോൾ ആ മേഖലയിലേക്ക് വന്നിട്ടുണ്ടാവുക ഇന്നലെ രാത്രി മുതൽ തന്നെ.
തീർച്ചയായും സ്ഥലപരിമിതിയും ഒപ്പം തന്നെ ഈ ഭാഗത്ത് റോഡ് ഗതാഗതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭാഗത്ത് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കുറച്ച് മാറി. ആ ഭാഗത്തുനിന്നുള്ള തിരക്കും ഒപ്പം തന്നെ ഈ ഭാഗത്ത് വാഹനങ്ങളിൽ ആൾക്കാർ വന്നിറങ്ങുന്ന തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും മറ്റ് സജ്ജീകരണം മറ്റും ഒരുക്കിയിട്ടുണ്ടെങ്കിലും നിയന്ത്രണാതീതമായ തിരക്കുകൾ ചില സമയത്ത് തുടക്കത്തിൽ തന്നെ 6 മണി 7 മണി സമയത്ത് നിയന്ത്രണാതീതമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള ക്ഷേത്രം ഭാരവാഹികളും മറ്റ് സന്നദ്ധ സേവകരും ഒപ്പം പോലീസും ഒപ്പം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്കറിയാം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിലും ഒരു തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇന്നത്തെ ദിവസം ബലിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം മുഴുവൻ ബലിയിട്ടതിന് എല്ലാ ദിവസവും ഒരു വർഷം മുഴുവൻ ബലിയിട്ടതിന് തുല്യമായി കണക്കാക്കുന്ന ദിവസമാണ് കർക്കിടക വാവുബലി. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എത്രയധികം തിരക്കുണ്ടെങ്കിലും മറ്റെല്ലാ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മലയാളികളെല്ലാം ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന ദിവസമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. നമുക്കറിയാം വടക്കൻ മലബാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരുനാവായ തിരുനെല്ലി പോലെ തന്നെ തെക്കോട്ടുള്ള ജില്ലകളിൽ ഏറ്റവും അധികം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഈ പരശുരാമ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം കൂടിയാണ് ഈ തിരുവല്ലം ക്ഷേത്രം. പ്രാധാന്യം അത്രയധികം ഭക്തരധികം പ്രാധാന്യത്തോടെ ഈ ഒരു ക്ഷേത്രത്തെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. അതെ അതെ, ഉച്ച കഴിഞ്ഞാലും ഒരുപക്ഷെ ചടങ്ങുകൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് തിരുവല്ലത്തെ ഒരു സാഹചര്യം. അത്രത്തോളം തിരക്കാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ദിവസവും ബലിതർപ്പണത്തിനായി ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലമാണ് തിരുവല്ലം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശേഷപ്പെട്ട ദിനം എത്രത്തോളം വലിയ തിരക്കായിരിക്കും അവിടെ സ്വാഭാവികമായും അനുഭവപ്പെടുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. അത്തരത്തിൽ വലിയ തിരക്ക് തിരുവല്ലത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവല്ലം അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വർക്കല പാവനാശം. അവിടെ പാവനാശം ബീച്ചിൽ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. 2:30 തന്നെയാണ് അവിടെയും ചടങ്ങുകൾ ആരംഭിച്ചത്. നമുക്ക് അവിടേക്കൊന്ന് പോകാം. അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വലിയ തിരക്കായിരിക്കുമല്ലോ സ്വാഭാവികമായും. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കടൽ ശാന്തമല്ല. അത്തരത്തിൽ പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഒരുപാട് ഭക്തർ ഇത്തവണയും പാപനാശത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ പറഞ്ഞതുപോലെ തന്നെ പ്രതികൂലമായൊരു സാഹചര്യം, ഒരു കാലാവസ്ഥ തന്നെയാണ് പാപനാശത്തും നിലനിൽക്കുന്നത്. പുലർച്ചെ 2:30 മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ പാപനാശത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ച ആ ഒരു ഘട്ടം മുതൽ ഇപ്പോഴും ഒരേപോലെ തന്നെ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 10,000-കണക്കിന് ജനങ്ങളാണ് വർക്കലയിലും പാപനാശത്തുമായി ഇപ്പോൾ ബലിതർപ്പണത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വർക്കല പാപനാശത്ത് 2 ഭാഗങ്ങളിലായാണ്. പാപനാശം കടൽ തീരത്തും ഒപ്പം തന്നെ ബലിമണ്ഡപത്തിലുമായാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ബലിമണ്ഡപത്തിൽ സമീപം ഒരുക്കിയിട്ടുള്ള ഒരു ബലി മണ്ഡപത്തിൽ ഒരു താൽക്കാലിക ഷെഡിൽ ഏകദേശം 500ഓളം പേർ ഒരേ സമയം തന്നെ ബലിയിട്ട് മടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ തീരത്ത് 80ഓളം കാർമ്മികളാണ് ഇപ്പോൾ ഈ ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്തു വരുന്നത്. ഇവിടെയും വളരെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടവിട്ടുള്ള മഴ തന്നെയാണ് ഇവിടെയും പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ഈ ജനങ്ങളുടെ തിരക്കിന് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല. രാവിലെ ഉണ്ടായിരുന്ന അതേ തിരക്ക് തന്നെ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പാപനാശത്തിന് പുറമെ വർക്കല ശിവഗിരിയിൽ കൂടി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. അവിടെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ ഉച്ചയോടെയാണ് സാധാരണഗതിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുന്നത്. എന്നാലും ഇന്ന് ഉച്ച കഴിഞ്ഞും 3-4 മണി വരെയെങ്കിലും ഈ ബലിതർപ്പണ ചടങ്ങുകൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അഭിലാഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വർക്കല പാപനാശത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെയും നമ്മൾ തിരുവല്ലം ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്.